ഹായ് ഓൾ. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 3 ആണ് കേട്ടോ. സെക്ഷൻ ഡി ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ് ഓഫ് സ്കോർസ് ഫോർ ഈച്ച്. ഓരോന്നിനും 4 മാർക്ക് വീതമാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. 13th നമ്പറാണ്. 2 sides of a parallelogram are 18 cm and 14 cm. Distance between the smaller sides is 9 cm. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് വരച്ച് നോക്കാം കേട്ടോ. ഓക്കെ, എന്താ ഇതിൽ പറയുന്നത്? 2 sides of a parallel. ആദ്യം നമ്മളൊരു പാരലോഗ്രാം വരയ്ക്കുകയാണ്. ഓക്കെ, ഞാനിങ്ങനെ ഒന്ന് വരച്ചതാട്ടോ. ഞാനൊരു കൈ കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിനുണ്ടാവും, നിങ്ങൾക്കറിയാലോ. ഓക്കെ, ഞാൻ എൻ്റെ വിരൽ കൊണ്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. പാരലോഗ്രാം ഉണ്ട്, അതിൻ്റെ 2 sides of a parallelogram എന്ന് പറയുന്നത് ഒരു സൈഡ് എന്താണ് 18 cm ആണ് വരുന്നത്. നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എന്താണ് ഈക്വൽ ആയിരിക്കും. സോ ഇതും 18 ആയിരിക്കും. ഇനി ഇവിടെ 14 cm അല്ലേ, അടുത്തതും 14 ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്മോളർ സൈഡ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്മോളർ സൈഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ സ്മോളർ സൈഡ്സ് ഏതൊക്കെയാണ്? 14 cm 40 cm ആണ് അല്ലേ. സോ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 cm ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ചിത്രമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം. ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതാണ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. എന്താണ് ഹൈറ്റ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അതിനിടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 9 ആണ്. അതുകൊണ്ട് നമുക്ക് ബേസ് എന്താക്കി എടുക്കണം? 14 എന്നാക്കിയിട്ട് എടുക്കണം. സോ 14 ഇൻറ്റു 9 എന്ന് വരും. 14 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എത്രയാണത്? 126 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. സോ നമുക്ക് അതിനൊരു ആൻസർ കിട്ടി അല്ലേ. എന്താണ് ഇതിൻ്റെ ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോങ്ങർ സൈഡ്സ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് സ്മോളർ സൈഡ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്മോളർ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാർജർ സൈഡ്സ് എങ്ങനെയാണ് കാണുന്നതെന്നും കൂടെ നോക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ഈ വരച്ചതിലുള്ള ലോങ്ങർ സൈഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സൈഡുമാണ് ലോങ്ങർ സൈഡ് അല്ലേ. ഇതിലുള്ള വലിയ സൈഡ് എന്ന് പറയുമ്പോൾ 18 cm ആണ്. ഇനി ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഞാനിപ്പോൾ ഈ ഒരു റെഡ് കളറിൽ വരയ്ക്കുന്ന ഇതാണ്, ഈ ഓറഞ്ച് കളറിൽ വരച്ചിട്ടുള്ള ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 126 ആണ്. സോ നമുക്ക് ഇവിടെയും ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ബേസ് നമുക്ക് 18 cm ആയിട്ട് കൊടുക്കണം. സോ ഹൈറ്റ് ഈക്വൽ ടു ഏരിയ ബൈ ബേസ് ആണ് വരുന്നത്. ഏരിയ നമുക്ക് ഈ ഒരു എന്താ പറയുക, പാരലോഗ്രാമിൻ്റെ എല്ലാ ഭാഗത്ത് നിന്ന് എടുക്കുമ്പോഴും ഏരിയ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ബേസ് മാറിപ്പോവും, ഹൈറ്റ് മാറിപ്പോവും, പക്ഷെ എന്താണ് ഏരിയ സെയിം തന്നെയായിരിക്കും. എ എന്ന് പറയുന്നത് 126 ബൈ ബേസ് എന്ന് പറയുന്നത് ഇവിടെ 18 ആണ്. സോ 126 ബൈ 18 എന്ന് പറയുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. സോ 7 cm ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് മാത്രം നമ്മളൊന്ന് ക്ലിയർ ആക്കിയാൽ മതി. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് ഞാൻ ക്ലാസ്സിൽ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 1-2 തവണ നമ്മളത് ചെയ്ത് പഠിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14th one. The daily wages of workers in a factory are tabulated below. Draw a histogram. ഇവിടെ നമുക്ക് ഒരു
ഫാക്ടറിയിലുള്ള തൊഴിലാളികളുടെ ഡെയിലി വേജസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇതിൻ്റെ എന്ത് വരയ്ക്കണം? ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫാണ് അല്ലെ, ഗ്രാഫ് പേപ്പറിലായിരിക്കും നിങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സ് ആക്സിസ്, എക്സ് എന്ന് പറയുന്നത്, വൈ ആക്സിസ് നമുക്ക് ഇതുപോലെ നമ്മളിങ്ങനെ ഒരു എൽ രൂപത്തിൽ നമ്മൾ വരയ്ക്കാം. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു എൽ രൂപത്തിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇതെപ്പോഴും 0 ആയിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക. പല കുട്ടികളും വരയ്ക്കുന്ന സമയത്ത് ഇതിനോട് അറ്റാച്ച് ചെയ്ത് വരയ്ക്കാറുണ്ട്. അതെപ്പോഴാണ് നമുക്ക് അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇപ്പോൾ 300 to 400 എന്നതിന് പകരം 0 to 400 ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനോട് അറ്റാച്ച് ചെയ്ത് വരയ്ക്കുമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെയല്ല തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ആദ്യം നമ്മൾ നോക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എൽ എന്ന് വരയ്ക്കും. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് ഇപ്പോൾ ഡെയിലി വേജസ് ആണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഡെയിലി വേജസ് എന്ന് എഴുതി വെക്കുക കേട്ടോ. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് എഴുതി വെക്കണം. അടുത്ത ഈ ഒരു സൈഡാണ് അല്ലേ, ഈ സൈഡിൽ വരുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് നമ്മളിവിടെ എഴുതണം. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ഡെയിലി വേജസും വൈ ആക്സിസിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണെന്നും നമ്മൾ അവിടെ എഴുതി വെക്കുക. എന്നിട്ട് അതിന് ശേഷം വേണം നമ്മൾ ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് എഴുതാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി വേജസ് എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ 300, 400, 500 അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഡെയിലി വേജസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 0 ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും അത് ചെയ്യുക. കാരണം അത് ഇങ്ങോട്ടേക്ക് കടക്കരുത്. 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗം നമ്മൾ വെറുതെ വിടണം കേട്ടോ. ഓക്കെ, മറന്നു പോകരുത്. പിന്നെ നമ്മൾ 300, 400, 500, 600, 700, 800 വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ ഓരോന്നും, ഇപ്പോൾ ഞാനൊരു സ്കെയിലിൽ ഈ ഒരു പോയിന്റ് ഇത്ര എഴുതി, അടുത്തത് ഇത്ര എഴുതിയിട്ട്, പിന്നെ ഞാനിവിടെ 300, ഇവിടെ 400, പിന്നെ ഇവിടെ 600, 500 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ 600 കൊടുത്തു. പിന്നെ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ 7, അങ്ങനെ കൊടുക്കരുത്. എല്ലാം ഒരു യൂണിഫോമിറ്റി വേണം കേട്ടോ. എല്ലാം നമ്മൾ കൊടുക്കുന്നതെല്ലാം എന്തായിരിക്കണം? ഒരേ അളവിലായിരിക്കണം. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എല്ലാ ഭാഗത്ത് പോലെ, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇവിടെ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്, അങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ എഴുതുക. അപ്പോൾ ആ ഒരു നല്ല ഭംഗിയിൽ നമുക്ക് ആ സാധനങ്ങൾ കിട്ടും. അല്ലെങ്കിൽ നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അത്ര ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി വേജസ് കിട്ടി. ഇനി നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓക്കെ 8, 12, 8, 10, 13, 7 ഇത്രയാണ് നമ്പേഴ്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് 1 മുതൽ 12 വരെ എഴുതാനുള്ള ഗ്യാപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് ബുക്കിൽ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? 2, 4, 6 അങ്ങനെയുള്ള നമ്പേഴ്സ് കൊടുക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന്. അപ്പോൾ ഞാനിവിടെ 2, 4, 6, 8 എന്ന് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ ഒരേ മെഷർമെൻറ്റിൽ കൊടുക്കുക കേട്ടോ. ഇനി 300 to 400 എത്രയാണ് നോക്കണം. 300 to 400 എന്ന് പറയുന്നത് 12 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ വൈ ആക്സിസിലുള്ള 12 ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ. ഇനി ഈ 300 ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. അപ്പോൾ അതവിടെ ജോയിൻ ചെയ്തു അല്ലേ. ഇനി അതിങ്ങനെ ആ ഒരു ഡോട്ട് ഇട്ട ഭാഗം ഈ ഒരു 300 to 400 ആണല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 400ലേക്ക് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കും. ഓക്കെ. അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആയി. അടുത്തത് 400. അപ്പോൾ ഈ ഒരു ഭാഗമാണ് എന്ത് പറയുന്നത്? 300 to 400 എന്ന് പറയുന്ന ഭാഗം. ഓക്കെ. ഇനി 400 to 500 എത്രയാണെന്ന് നോക്കാം. 400 to 500 8 ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്കതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് ചെയ്യാം. ഞാൻ 8ൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. ആ ഡോട്ട് ലാസ്റ്റ് മായ്ച്ച് കളയാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 400 to 500 എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ബോക്സിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് 400 to 500 എന്ന ഭാഗം. ഇനി അടുത്തത് 500 to 600 എത്രയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 500 to 600 വരുന്നത് 10 ആണ് വരുന്നത്. ഓക്കെ.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു 600 വരെയാണല്ലേ, 600ൽ നിന്നും നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അവിടെ തന്നെ വരയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പുറത്തോട്ടൊന്നും പോവരുതേ. ഞാനിപ്പോൾ വരച്ച പോലെ ഇതാ ഇങ്ങനെ തന്നെ വരയ്ക്കണം. അപ്പോൾ നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് 500 to 600 വരുന്നത്. അടുത്തത് 600 to 700 എത്രയാണ് നോക്കാം. 600 to 700 13 എന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ 13 എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നമ്മളിവിടെ 12 അല്ലേ എടുത്തിട്ടുള്ളൂ, പിന്നെ ഉള്ളത് 14 ആണല്ലോ, 12 കഴിഞ്ഞാൽ 14 ആണല്ലോ. അപ്പോൾ അത് നമുക്കൊരു ഊഹം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഇവിടെ എടുക്കണം. അതായത് 12നും 13ൻ്റെയും ഇടയിലായിരിക്കും ആ സംഖ്യ വരുന്നത്, നമുക്കറിയാലോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വരച്ചു കൊടുക്കുന്നു. 700 എന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭാഗവും കിട്ടി. ഇനി അടുത്തത് 700 to 800 എത്രയാണ് നോക്കണം. യെസ്, അത് വരുന്നത് 7 ആണ്. സോ നമുക്ക് അതും കൂടെ മാർക്ക് ചെയ്യാം അല്ലേ. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 അത്ര ഇല്ല, അതുകൊണ്ട് നമ്മൾ 7ന് പകരം നമ്മൾ 6നും 8നും ഇടയിലുള്ള സംഖ്യ എടുക്കുന്നു. ഓക്കെ, അതവിടെയാണല്ലോ വരുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇത്രയും ഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതാണ് ആ ഭാഗം വരുന്നത്, 700 to 800. അപ്പോൾ നമ്മുടെ ഹിസ്റ്റോഗ്രാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഡെയിലി വേജസും നമ്പർ ഓഫ് വർക്കേഴ്സും എഴുതണം, നമ്പേഴ്സ് കറക്റ്റായിട്ട് കൊടുക്കണം, പിന്നെ ഗ്രാഫും വരയ്ക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഡോട്ട്സ് ഒക്കെ ഒന്ന് മായ്ച്ച് കളയാം കേട്ടോ. നിങ്ങൾക്ക് എറേസറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് മായ്ച്ച് കളയാം. അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് ഹിസ്റ്റോഗ്രാം കിട്ടും. ഇത് ഇത്രയും വരച്ച് നമുക്ക് 4 മാർക്ക് കിട്ടും കേട്ടോ. സോ നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ എ പാരലലോഗ്രാം വിച്ച് ഏരിയ 16 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് പെരിമീറ്റർ 18 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് ബേസ് ഇൻറ്റു ഹൈറ്റ്. പെരിമീറ്റർ ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്, S2 ഇൻറ്റു A പ്ലസ് ബി ആണ് അല്ലേ. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾക്കറിയാം. ഇവിടെ ഏരിയ നമുക്ക് തന്നിട്ടുള്ളത് 16 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നും പെരിമീറ്റർ നമുക്ക് തന്നിട്ടുള്ളത് 18 സെൻറ്റിമീറ്റർ എന്നും ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ പെരിമീറ്ററിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സൈഡ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റൂലേ. അതായത് പെരിമീറ്റർ 2 ഇൻറ്റു A പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, 18 ആണ്. സോ ഈ A പ്ലസ് ബി എന്ന് പറയുന്നത് A പ്ലസ് ബി ഈക്വൽ ടു ഈ 2നെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. അതായത് ഇവിടെ ഇൻറ്റു ആണ്, 2 ഇൻറ്റു A പ്ലസ് ബി എന്നുള്ളത് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ എന്തായിട്ട് മാറും, 18/2 എന്നായിട്ട് മാറും. അതായത് 9 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. A പ്ലസ് ബി എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് കുറച്ച് ചാൻസുകൾ ഉണ്ട് അല്ലേ. രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 9 കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 6ഉം അതുപോലെ 3ഉം നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 5ഉം 4ഉം ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, ഇങ്ങനെ നമ്പേഴ്സൊക്കെ നമുക്ക് എടുക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. 2ഉം 7ഉം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 5ഉം 4ഉമാണ് കേട്ടോ. A is equal to 5, A 5, B 4 എന്നെടുക്കാം. ഓക്കെ, if A is equal to 5 and B is equal to 4, അതായത് രണ്ട് സൈഡ്സ് എന്താണ് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്കിപ്പോൾ ബേസ് ആയിട്ട് 4 സെൻറ്റിമീറ്റർ എടുക്കാം. ടേക്ക് ബേസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, ഏരിയ എന്ന് പറയുന്നത്. ഏരിയ എന്താണ്, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബേസ് 4 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഏരിയ ബൈ ബേസ് ചെയ്താൽ മതി. ഏരിയ നമുക്കറിയാം എത്രയായിരുന്നു, ഏരിയ 16 ആണ്. 16/4 എന്ന് ചെയ്താൽ 4 എന്ന് കിട്ടും.
അപ്പോൾ 4 സെൻറ്റിമീറ്റർ നമുക്ക് ഹൈറ്റ് കിട്ടി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു പാരലോഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൈറ്റ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി, ബേസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ ബേസ് 5 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 3.2 എന്നൊരു റേഞ്ചിലൊക്കെ ആയിട്ട് കിട്ടുക. അത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ എടുത്തത് വെച്ചിട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബേസ് വരയ്ക്കണം അല്ലേ? ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ബേസ് ആയിട്ടുള്ള 4 സെൻറ്റിമീറ്റർ വരയ്ക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ എന്താണോ ഹൈറ്റ് അത് കൊടുക്കും. അതായത് ഇവിടെ 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 4 സെൻറ്റിമീറ്റർ തന്നെ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഈ ഒരു ഹൈറ്റിൻ്റെ അപ്പുറത്തോട്ട് നമ്മളുടെ ഈ ഒരു പാരലോഗ്രാം പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലൈന് അങ്ങ് എന്ത് ചെയ്യുന്നു? ആ ഒരു ലൈൻ നീട്ടി അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത സൈഡ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണല്ലോ. ആ സൈഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ 5 സെൻറ്റിമീറ്റർ ലൈൻ 5 സെൻറ്റിമീറ്റർ നമ്മുടെ കോമ്പസിൽ എടുക്കാം. എന്നിട്ട് ആ ഒരു ലൈന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ചു കൊടുക്കും. ഈ ഒരു പോയിന്റിൽ നിന്നാട്ടോ ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഈ ലൈനും നമ്മുടെ ആർക്കും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. അങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ലൈനിങ് വരച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അതും കൂടെ നിങ്ങൾ മെഷർ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള 4 സെൻറ്റിമീറ്റർ ഒന്നും കൂടെ കോമ്പസിൽ എടുക്കാം. അതല്ലെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അതും ഓക്കെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു കോമ്പസിൽ എടുത്തിട്ടുള്ള 5 സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കും വരച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെയും ഒരു ലൈന് കിട്ടും. അത് നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കുന്നു. തമ്മിൽ ഇവിടെ 4 സെൻറ്റിമീറ്റർ കിട്ടും, ഇവിടെ 5 സെൻറ്റിമീറ്റർ കിട്ടും, ഇവിടെയും 5 സെൻറ്റിമീറ്റർ കിട്ടും. നമ്മളിത് പല തവണ ചെയ്തതാണ്. വരക്കുന്നത് ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇനി നിങ്ങൾ അതിൽ 6ഉം 3ഉം ആണ് എയും ബിയും ആയിട്ട് എടുത്തതെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. മറ്റേതൊക്കെ നമുക്ക് പോയിന്റ്സ് ഒക്കെ വരുന്നതാണ്, ഡെസിമൽ നമ്പറൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ ആൻസർ കറക്റ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എളുപ്പം ഇതാണെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിത് ചെയ്തത്. ഓക്കെ സോറി. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നമ്മളോട് ഇതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഡ്രോ ദ ട്രപ്പീസിയം വിത്ത് ഗിവൺ മെഷേഴ്സ്. ഈ ഒരു ട്രപ്പീസിയം നമ്മളോട് വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ട്രപ്പീസിയംസ് നമ്മൾ ഒരുപാട് വരച്ചിട്ടുണ്ട് അല്ലേ? ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ നമുക്കതിന് 2 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ഒരു ട്രപ്പീസിയത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? യെസ്, അതിൻ്റെ നോൺ പാരലൽ സൈഡ്സിന് പാരലൽ ആയിക്കൊണ്ട് നമ്മളൊരു ലൈന് വരച്ചു കൊടുക്കും. അപ്പോൾ ഈ നോൺ പാരലൽ സൈഡിന് പാരലൽ ആയിക്കൊണ്ട് ഞാൻ ഇവിടെ വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗറാണ് കിട്ടിയിട്ടുള്ളത്. ഇത് മുകളിൽ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ താഴെയും 4 സെൻറ്റിമീറ്റർ വരും അല്ലേ? ഇത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 4 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ 7 സെൻറ്റിമീറ്റർ ലൈന് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ നിങ്ങൾ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ 60 ഡിഗ്രി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ 60 ഡിഗ്രി അങ്ങ് നീട്ടി വരച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, അടുത്ത ലൈനും അതേപോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അത് എത്രയായിരിക്കും? നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് 60 ഡിഗ്രി ആയിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രിയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ആ ഒരു 30 ഡിഗ്രി നമ്മളിവിടെ വരച്ചു കൊടുക്കുക. 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അത്ര സിമ്പിളായിട്ട് നമുക്ക് ട്രപ്പീസിയംസ് വരയ്ക്കാൻ വേണ്ടി പറ്റാറുണ്ട് അല്ലേ? യെസ്, അപ്പോൾ അത് ഞാൻ കൂടുതലൊന്നും പറയണ്ട എന്ന് തോന്നുന്നു. ആംഗിൾസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു ആംഗിൾസിനനുസരിച്ച് അങ്ങനെ വരച്ച് പോയാൽ തന്നെ നമുക്ക് ആ ഒരു ഫിഗർ കിട്ടും. ഇനി 16th one, the perimeter of a rhombus is 60 cm and length of one diagonal is 24 cm. Find the length of each second diagonal എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റോംബസ് ആണ്. റോംബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ ഞാനത് ജസ്റ്റ് ഇവിടെ നിന്ന് വരച്ച് കാണിക്കാം കേട്ടോ, റോംബസ് എങ്ങനെയാണെന്നുള്ളത്.
ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ റോംബസ് എന്ന് പറയുന്നത്. ഇനി ഈ റോംബസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണല്ലോ. പെരിമീറ്റർ ഓഫ് റോംബസ് ഈസ് 60 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം 4 സൈഡും കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ എത്ര സൈഡാണോ അത്രയും കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ എ എ എ ആണെങ്കിൽ നമുക്കിവിടെ പെരിമീറ്ററിന് കൊടുക്കാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4A ആണ്. ഓക്കെ, അത് തന്നിട്ടുള്ളത് എത്രയാണ്? 60 ആണ്. 60 സെൻറ്റിമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് വൺ ഡയഗണൽ 24 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം 24 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇതിൽ നിന്നും എ എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. പെരിമീറ്റർ 60 ഡിഗ്രി ആണെങ്കിൽ എ എത്രയായിരിക്കും? 60/4 ആയിരിക്കും. 60/4 എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെയുള്ള ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് എന്താണ്? എ എന്ന് പറയുന്നത്, ഈ എ എപ്പോഴും 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. എ 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് അടുത്ത ഒരു ഡയഗണലാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ബൈസെക്ടേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 24 ആണെങ്കിൽ ഇത് 12 ആണ്, ഇതും 12 ആയിരിക്കും. അതേപോലെ ഇവിടെ നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട് 15 ആണ്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിതിനെങ്ങനെ പറയാം? ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 12 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 15 ആണ്. അപ്പോൾ 12 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഡയഗണൽ കംപ്ലീറ്റ്ലി 24 ആണ്. അപ്പോൾ അത് പകുതിയാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം 12 സെൻറ്റിമീറ്ററും മറ്റേ ഭാഗം എന്ത് വരും? 15 സെൻറ്റിമീറ്റർ എന്നും വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഹൈപ്പോട്ന്യൂസ് ആണ് 15 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 15 സ്ക്വയറിൽ നിന്നും 12 സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടണം, ബേസ് കിട്ടണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 നിന്നും 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ 81 ആണ് കിട്ടുന്നത് കേട്ടോ. 81 ആണ് കിട്ടുന്നത്. സോ നമുക്ക് ആ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി √81 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഞാനിപ്പോൾ ABC എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ BC സ്ക്വയർ മൈനസ് AC സ്ക്വയർ ചെയ്താൽ AB സ്ക്വയർ കിട്ടും. AB സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. സോ AB എന്ന് പറയുന്നത് എന്താണ്? √81 ആണ്. 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? യെസ്, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഡയഗണലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡയഗണൽ ഈസ് ഈക്വൽ ടു എന്ത് എഴുതണം ഇവിടെ? ഡയഗണൽ 18 സെൻറ്റിമീറ്റർ എന്ന് എഴുതണം കേട്ടോ. 9 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അവിടെ കിട്ടിയതെങ്കിലും ഡയഗണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് വരും. ഇനി നമ്മളോട് ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഏരിയ എന്നാണ്. ഇവിടെ നമുക്കിതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് റോംബസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ആണ്. ഹാഫ് ഇൻറ്റു D1 എന്ന് പറഞ്ഞാൽ 24 ആണ് ഇൻറ്റു 18 എന്നാണ്. ഓക്കെ, ഈ 2ഉം 24നെയും ക്യാൻസൽ ചെയ്തിട്ട് ഞാനിവിടെ എഴുതി 12 എന്ന് എഴുതി. അപ്പോൾ 12 ഇൻറ്റു 18 എന്ന് ചെയ്യുമ്പോൾ 216 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്നാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്മൾ എല്ലാറ്റിലും എങ്ങനെയാണ് കാണുന്നത് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഇതിനെ ഒരു പാരലോഗ്രാം ആണല്ലോ ഇത്. ഒരു പാരലോഗ്രാമിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന പോലെ എസ് ഇൻറ്റു സൈഡ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബേസ് എന്ന് കൊടുക്കണ്ടല്ലോ. ബേസ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എസ് ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി ഏരിയ എന്ന് പറയുന്നത് 216 ആണ്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? A/S എന്ന് ചെയ്യും. 216/S എന്തായിരുന്നു? എസ് 15 ആയിരുന്നു. അപ്പോൾ 216/15 എന്ന് വരും. അതായത് അത് വരുന്നത്
14.4 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് റോംബസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. In the trapezium AB is parallel to CD. ABയും CDയും പാരലൽ ആണ്. AE തന്നിട്ടുണ്ട്. AE എന്ന് പറയുമ്പോൾ 9 സെൻറ്റിമീറ്റർ ആണ്. AD 15 സെൻറ്റിമീറ്റർ ആണ്. അതിലിപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ഈ ഫിഗറിലുണ്ട് കേട്ടോ. EB 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 9 അല്ല കേട്ടോ, ഇവിടെ 13 സെൻറ്റിമീറ്റർ ആണെന്നാണ് വരുന്നത്. CD 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനിങ്ങനെ 9 സെൻറ്റിമീറ്റർ വെച്ച് ചെയ്ത മക്കൾക്കൊക്കെ മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില കുട്ടികൾക്കൊക്കെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അതിന് തരാത്തതുണ്ടെങ്കിൽ അത് നിങ്ങളതും കൂടെ ഒന്ന് ഒന്നെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നോട് പറയാം. സോ ഇത്രയും മെഷർമെൻറ്റ്സ് നമുക്ക് തന്നിട്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് DE എന്നാണ് ചോദിക്കുന്നത്. സോ DE എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഇത്? ഈ ഒരു സൈഡിൽ നിന്നും ഈ സൈഡ് മൈനസ് ചെയ്താൽ മതി. ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്, വലിയ സൈഡാണ്. അപ്പോൾ നമുക്ക് 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് ചെയ്യാം. 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 മൈനസ് 81 ആണ്, അതായത് 144 എന്ന് കിട്ടും. ഇനി ഇപ്പം ഞാനിവിടെ AE സ്ക്വയർ അങ്ങനെ എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. നമ്മൾ ഒരുപാട് തവണ ചെയ്തത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത്. AD സ്ക്വയർ മൈനസ് AE സ്ക്വയർ ഇസ് ഈക്വൽ ടു DE സ്ക്വയർ. അപ്പോൾ DE സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ ചെയ്താൽ മതി. നമുക്കപ്പോൾ DE സ്ക്വയർ കിട്ടും. ഈ DE സ്ക്വയർ 144 ആണ്. DE എന്ന് പറഞ്ഞാൽ √144 ആണ്. √144 എന്ന് പറഞ്ഞാൽ 12 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ DE എന്ന് പറയുന്നത് നമുക്ക് 12 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഇറ്റ്സ് പാരലൽ സൈഡ്സ് എന്നാണ് അടുത്തത് ചോദിക്കുന്നത്. പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് പാരലൽ സൈഡാണ്, ഇതും പാരലൽ സൈഡാണ്. അപ്പോൾ CD എത്രയായിരുന്നു? CD നമുക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലേ, 8 സെൻറ്റിമീറ്റർ ആണ്. ഇനി AB എന്ന് പറയുന്നതോ? AB നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ. AB കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. 9 പ്ലസ് EB എത്രയാണ്? 13. 9 പ്ലസ് 13 എന്ന് പറയുമ്പോൾ 9 പ്ലസ് 13 എന്ന് പറയുമ്പോൾ 22 എന്ന് വരും. അപ്പോൾ CDയും ABയുമാണ് ഇവിടെയുള്ള പാരലൽ സൈഡ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 22 എന്താണ്? 30 എന്ന് വരും. ഓക്കെ, 30 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെ എഴുതണം കേട്ടോ, വെറുതെ അങ്ങ് എഴുതിയാൽ പോരാ, ഇത് ഇങ്ങനെ തന്നെ എഴുതണം. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയം ആണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? A+B/2 ഇൻറ്റു H ആണ്. A+B എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു 30 ആണ്. 30/2 ഇൻറ്റു H നമുക്ക് കിട്ടിയിട്ടുള്ളത് 12 ആണ് അല്ലേ. 13/2 എന്ന് പറയുമ്പോൾ 15 ആണ്. 15 ഇൻറ്റു 12, അതിന് ആൻസർ വരുന്നത് 180 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. കുറേ പേർക്കൊക്കെ ഒരു നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് പേര് മാത്രം ജസ്റ്റ് അവർക്ക് അറിയൂല എന്ന രീതിയിലൊന്ന് മാറി നിന്നത് കൊണ്ട് മാത്രമാണിത്. അത്ര ടഫായിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ടുള്ള നമ്പേഴ്സും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.